എന്തെന്ന് പറയണം? ഗ്യാസിന് പിന്നെ ഗ്യാസ് എന്നല്ലാണ്ട് പിന്നെ എന്തെന്ന് പറയണോടോ? കഴിഞ്ഞ പ്രാവശ്യം ഇല്ലേ ഞാനൊരു കല്ലുമ്മ കാണിച്ചിട്ട് ഭയങ്കര ഗ്യാസ്. ഒരു കഥ. ചായ എങ്ങനെയുണ്ട്? ചായക്ക് ഗ്യാസില്ല. ഓക്കെ, മിണ്ടാണ്ട് പോയിക്കോ, പോയി പണമൊക്കെ. നിങ്ങളുടെ ആൾക്കാരെ അപ്പുറത്ത് നോക്കുന്നു. ആടെ രണ്ടു ആടെ പുറത്തേക്ക് ആടെ ചായപ്പൊട്ടി പൂക്ക ഇങ്ങനെ ഞാൻ പൈസയും വന്നിട്ടാണ് ഞാൻ എന്താന്ന് തനിക്ക് ഇത്രയും ഫാൻസ് ഉണ്ടെങ്കിൽ നാളെ അടുത്ത പ്രാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോഴേ നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി എല്ലായിടത്തും കടകളില്. ഞാൻ സത്യം പറയട്ടെ, ഇപ്പൊ എനിക്ക് എവിടെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുണ്ട് എവിടെയും. അതല്ല, അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോഴേ കടകളിൽ ചെന്ന് സാധനം മേടിച്ച് നിങ്ങളുടെ പേര് പറഞ്ഞാൽ മതി. ടിക്കറ്റില്ലേ ഞാൻ വരുമ്പോ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ ലഗേജ് ഞാൻ വരുന്ന സാധാരണ 32 കിലോ എടുക്കാൻ പറ്റും. 30 കിലോ എല്ലാം കൊണ്ട് 50 കിലോ. കല്ലുമ്മക്കായ പച്ചക്ക് കഴിച്ചാൽ ഗ്യാസ് ഉണ്ടാവില്ല. പച്ചക്ക് കടലിൽ പോയിട്ട് മുക്കിയിട്ട് എപ്പാണ് എടുത്ത് പൊടിച്ച് കഴിക്കാം. ഓക്കെ, അടക്ക് കേട്ട ഞാൻ പറയുന്നേക്ക് ആണേ. ഞാൻ കാര്യം പ്രശ്നേ ഞാൻ കാര്യം പറ്റാം. അത് എന്നാണ് അപ്രാവശ്യം സ്ഥാനാർത്ഥി നിന്നോളൂ. അതന്നെ സത്യം അങ്ങനെ ആയിക്കണു. അതായത് ഞാൻ അങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെ ദുബൈയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ എന്റെ ലഗേജ് 50 കിലോ. അപ്പൊ 20 കിലോ എക്സ്ട്രാ മണി കൊടുത്തിട്ട് എന്തായാലും എനിക്ക് വരണല്ലോ. അതായത് 20 കിലോ എങ്ങനെയാ ഒരു ഹാൻഡ് ബാഗിൽ മാത്രം ലഗേജിന് 50 കിലോ, ട്രോളിയില് 10 കിലോ 15 കിലോ ആയിട്ട് ആവുകയുണ്ട്. അപ്പൊ 30 കിലോ കൊണ്ടുവരാൻ പറ്റും, 30 കൊണ്ടുവരാൻ പറ്റും. ഞാൻ അവിടെ നിൽക്കുമ്പോ അവിടെ നിൽക്കുന്ന ഒരു ആഫ്രിക്കൻ ചേച്ചി, ഞാൻ കൂളായിട്ട് അവിടെ പോയി പാസ്പോർട്ട് കൊടുത്തു. ഞാൻ 20 എന്റെ പൈസ പ്രശ്നമില്ലല്ലോ. പൈസ ഓ മൈ ഫ്രണ്ട് അപ്പാട് ഓടി വന്ന് ചാർജ് എംബ് ചെയ്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഒരു സെൽഫി കൊടുത്തറിയാം. ഇങ്ങനെ ആക്കിയിട്ട് ഇതാ ഒന്നും നോക്കിയില്ല. ഇങ്ങനെ ആക്കിയിട്ട് എന്നോട് ഇങ്ങനത്തെ സീറ്റ് വേണ്ടേ. ഞാൻ പറയും ഏത് സീറ്റിന് അപ്പോളോ അപ്പടോളോ എനിക്ക് നീ പറഞ്ഞാൽ അപ്പഴായിരുന്നു അവള് ചിരിച്ചാ? ചീച്ചയല്ല, എനിക്ക് ഏത് സീറ്റ് കിട്ടി അവളാണ് നെട്ടു. പിന്നെ മോഡൽ ഉറക്കാക്കുന്നത് പോയി പണി ക്ലാസ് കിട്ടിയായിരിക്കും നിങ്ങൾക്ക് അല്ലേ? പൊട്ടത്തി ഏതാ സീറ്റ് വെച്ച് നോക്കിയാ? ഫസ്റ്റ് ക്ലാസ്സിൽ. ഏതാ ഫ്ലൈറ്റ്? എമിറേറ്റ്സ് ആയിരിക്കും. എമിറേറ്റ്സ് അല്ലേ പോവാറുള്ളൂ. നോമ്പാകുമ്പോ ഇത്രയും കള്ളത്തിനും പറഞ്ഞ തള്ളാതടോ. ഒരു കളവല്ല, കാര്യം പറയുമ്പോ കളവാ നിങ്ങൾ സത്യം പറയുമ്പോ കളവെന്നല്ല, കളവ് നല്ല പാതിരാത്താണ്. പോടാന്ന് മോടാക്കിയ പോയി വരും. വരണ്ട. ഇയാളുടെ കൂടെ ഇരിക്കുന്നവരെങ്ങനെ അക്കൗണ്ടിൽ പാ, ഇന്ന് ഞാൻ മോഡായി തരാം. ഓക്കെ, കണ്ണൂരിൽ എമിറേറ്റ്സ് ഇല്ലാന്ന് കൊച്ചിയിലിറങ്ങിയ അതും അറിയില്ലാലോ ബിറ്റ് വേണം കോമഡി. കൊച്ചിയിൽ ഇറങ്ങിയേക്കുമ്പോ ഞാൻ അവിടെ ഇറങ്ങി പുറത്തിറങ്ങി അവിടെ അപ്പാട് അവിടുത്തെ ടീമിനെ വന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ലാസ്റ്റ് ഉപ്പുക്ക് ഇങ്ങക്കേടെ പോണ്ടി. ഞാൻ പറഞ്ഞ എന്റെ വീട് കണ്ണൂരാണ്, ഇങ്ങോട്ട് കാണിച്ചാൽ ഇങ്ങക്ക് വേണ്ടിട്ട് മാത്രം അതിനകത്ത് ഹെലികോപ്റ്ററിൽ ഞാൻ ഇറക്കി തരാം. എന്റെ വീടിന്റെ ഈ പാതിരാത്രി നാട്ടിലെ ഏകദേശം ഒരു 3-4 o'clock ആയിട്ടുണ്ട്. ഇങ്ങനെ ഇത് തള്ളാതെ നോക്കിയളവാ. അതാകുമ്പോ ഇയാളുടെ ഫാന്. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ അവിടുത്തെ ടാക്സിക്കാരൻ ഇയാളുടെ പ്ലാന്. അവിടെ ബാത്റൂം ക്ലീൻ ചെയ്യാൻ നിന്ന ആൾക്കാർ ഇയാളുടെ ഫാൻ. ഇറങ്ങി കഴിഞ്ഞപ്പോ ചായയും പപ്സും കുടിക്കാൻ പോയപ്പോ അവിടെ ഇയാളുടെ ഫാന്. ടാക്സിക്കാരൻ വഴി കേറിയ ചായക്കടകളിലെല്ലാം ഇയാളുടെ ഫാന്. ഇത് ഒരു ലിമിറ്റ് വെക്കടോ ഓലൊക്കെ. ഷോപ്പിൽ പോയി കഴിഞ്ഞാല് ഒന്നും നെപ്പൂക്ക നമ്മളെ ഷോപ്പിൽ വന്ന് നിങ്ങളൊരു വീഡിയോ തൊട്ട് ഓർങ്ങി എടുക്കുന്നു. ഞാൻ വേണ്ട മക്കളെ വേണ്ട, പൈസ തരാം. നെപ്പൂക്ക പൈസ മാത്രം വേണ്ട, പൈസ നിങ്ങൾ വാങ്ങിക്കലും പ്രശ്നമില്ല. ഒന്ന് വീഡിയോ തൊട്ട് ഞാൻ എന്താ ചെയ്യണ്ടേ? വലിയ ഇറങ്ങാറായിട്ടല്ല. നടക്കാൻ പറ്റുന്നില്ല. നടക്കാനിരിക്കാനും പിന്നെ കിടക്കാൻ എങ്ങനെയാ റോഡുമലി? ഒരു കഥ. നാദാപുരം ബസ് സ്റ്റാൻഡ് നിങ്ങളെ ബാനർ കണ്ടു. വരെ തന്നെ കളിയാക്കി തുടങ്ങി. ഒന്ന് ലിമിറ്റ് വെക്ക്. അത് വ്യൂവേഴ്സ് അല്ല മോനെ, എന്റെ ഉറക്കമ്പൽ ചങ്ങായി. ഓക്കെ, എനിക്ക് തിരിക്കില്ല, എനക്ക് ഒരു ഒറ്റ നോട്ടത്തിൽ വേണം. ഓക്കെ, ആ ഫുള്ള് ഭയങ്കരമായിട്ട് കേരളം ഫുള്ള് ഫേമസ് ആയിട്ടല്ല അല്ലേ? വലിയ ഇറങ്ങാറായിട്ടല്ല, ഭയങ്കര ഇറങ്ങാറായിട്ടല്ല. ഞാൻ കട്ടിയാടെ ഇയാളുടെ തള്ള എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല.
അല്ലാണ് ഇതിപ്പോ ഞാൻ ഇപ്പൊ ഈ വന്നതല്ലേ ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണ്ടേ? ഈ ഫേമസ് ആയത് ഇല്ലാണ്ടാക്കാൻ എന്ത് ചെയ്യണ്ടേ? തന്നെ കുഴിയിലോട്ട് എടുത്താ മതി. ഇതുണ്ടാക്കാൻ വേറെ വഴിയില്ല. ശത്രുവിനോട് വരെ ഏത് ശത്രുവിനോട് നമ്മൾ ചാകാൻ പറയാൻ പാടില്ല. ഓക്കെ, ശത്രുവിനോട് പറയാൻ പാടില്ല. ബിക്കോസ് യു ആർ മൈ ശത്രു. ഓക്കെ, ശത്രുവിനോട് വരെ നമ്മൾ പറയാൻ പാടില്ല ഇതെന്നെ ചാവണമെന്ന്. പിന്നെയല്ല എന്റെ മനസ്സിലായി. ഓൺലൈൻ ഒരു പ്രൊമോഷൻ ചെയ്തതിന് ഉപ്പുക്ക നീ അന്നത്തെ ആദ്യത്തെ 1000 രൂപ കൊണ്ടാ, 1000 രൂപ കൊണ്ടാ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി മാത്രം ഇട്ടാൽ മതി. 40,000 ആള് മിനിമം കാണും. ഇടോ 40,000 ആള് കാണണമെങ്കിൽ എന്തും കൈമടക്കണം, വെറുതെ വിടൂല. ഫേസ്ബുക്കിൽ 5 ലക്ഷം ഫോളോവേഴ്സ്, 5 ലക്ഷം ഫോളോവേഴ്സ്, അതിലൊരു 27 ആൾ കാണുന്ന വിചാരിച്ചു. മിനിമം എന്ത് തരും പറ? 27 അല്ല 60,000 70,000 കാണല് മിനിമം കൂട്ടിക്കോ. എന്ത് തരും പറ? സ്റ്റോറി ഇട്ടാൽ എന്ത് തരും പറ? ഒന്നും തരാനില്ലടോ, ഞാനിപ്പോ കടത്തിലാ. കടക്ക് ഞാൻ പോയില്ല, കട ഫുള്ള് ഞാൻ പോയിടാം. പക്ഷെ ആദ്യം ഇതിന്റെ പൈസയും കൊണ്ടാ. 62,000 ദിർഹംസ് കടമുണ്ട് വീടോ. ഇതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ തലക്കാരെ 5,000 കൂടെ കൊണ്ട് 67 കണക്കൂട്ടി ഒപ്പരം കുടിക്കളാം. ഓക്കെ, 5,000 ദിർഹംസ് ഓക്കെ. 5,000 പോയിട്ട് 100 ദിർഹംസ് എടുക്കാനില്ല. 100 വേണ്ട, 5,000 100 രൂപയ്ക്ക് എന്ത് കിട്ടുന്ന ഇപ്പൊ ഒരു കഥ? 100 രൂപയ്ക്ക് അങ്ങനെ ഇത്രയും പിന്നെ പോപ്പുലർ, അതായത് ഇത്രയും ഫോളോവേഴ്സ് ഉള്ള ഒരു ഉപ്പൂക്കാണ് മൊത്തമൊക്കെ 100 രൂപയ്ക്ക് ഇല്ല. ഉൾപ്പെടെനിക്ക് പറയാൻ ചേട്ടേ ഇല്ലടോ, ഇല്ലാന്നിട്ടല്ലേ പറയണത്. അക്കൗണ്ട് നമ്പർ അയക്കും, 100 രൂപ എണ്ണം അയച്ചുതരാം. ഒരു ഭക്ഷണം തിരട്ടെ. അയക്കുന്നുണ്ടെങ്കിൽ 2,000 അയക്കണം. അത് 2,000 നീ പ്രൊമോഷൻ ചെയ്യാം இந்த വീഡിയോ. അല്ല പോട്ടെ, ഇപ്പൊ നീ എത്ര തരും പറ? ഒരു പ്രൊമോഷൻ ചെയ്ത് എത്ര തരും? തന്റെ പ്രൊമോഷന്റെ ആവശ്യമൊന്നുമില്ല, അത് പയ്യെ വിറ്റ് തീർന്നോളൂ. അന്ന് വീഡിയോ ഇട്ട് അന്നിന്റെ ലൈവിൽ ഇട്ടിട്ട് എനിക്ക് എത്ര പൈസ ചെലവായ പറ? ആ ലൈവിൽ മാത്രം 100 ആളുടെ ലൈവിൽ 2 ദിവസം മൂച്ച ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് ഡൗൺ ആയി. പിന്നെ മതിയല്ലോ എല്ലാ ദിവസവും ഇങ്ങനെയാ നിന്റെ ഗെയിമിൽ നിന്ന് കിട്ടണ അതന്നെ. അല്ല VIP അത് പോട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഞാൻ പോന്ന് ഉറങ്ങട്ടെ, നീ ഏടെങ്കിലും പോടും, എന്നെ കണാർ എവിടെയും പോടും. ഞാൻ ചോദിക്കട്ടെ, എന്നോട് ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഒരു ദിവസം 50 ആൾ ലൈവുള്ള സമയത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ട് എനിക്ക് 3-4 ചൂതാർ വിറ്റ്. അപ്പൊ ഈ നമ്പറിലും വെച്ചിട്ട് നിന്റെ പേര് പറഞ്ഞിട്ട് ഒരു വീട് ചെയ്ത് എത്ര ആള് വാങ്ങിക്കും? നീ ആലോചിക്കും. ഇനിപ്പൂക്കാന്റെ പേര് നീ ആലോചിക്കും. താൻ ചെയ്യോ? ചെലവാക്കണം. പൈസ ഇല്ല ഫ്രീ. വെറുതെ പോയി പണി നോക്കും. ഓക്കെ, പോയി പണി നോക്ക്. വെറുതെ വിൽക്കാൻ വാങ്ങിയ മാല എങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്നത്? മാലയും പെർഫ്യൂം ഒക്കെ എപ്പോഴാ തരാ എനക്ക്? ഇതെല്ലാം എനിക്കിപ്പം തന്നെ തരാം. നുപ്പുക്ക എപ്പോഴാ എനക്ക് മാലയും പെർഫ്യൂംസ് ഒക്കെ തരുന്നേ? ഇപ്പൊ തന്നെ വേണ? നാളെ വരുമോ? ഇപ്പൊ തന്നെ തരാം. നാളെ മതി. അങ്ങനെ പറയണേ. നാളെ മതിയോ? ഇപ്പത്തെ വാർത്ത നാളെ ഫുൾ റെക്കോർഡ് നമുക്ക് പ്രശ്നമില്ല. കുറെ വന്നുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ഒരു കഥ വീട്ടിൽ ഇവരെ ഈ പെമ്പിളല്ല അന്നപ്പുറം റെക്കോർഡാൻ കാത്തേക്ക്. നിങ്ങളൊന്നും കാത്തേക്ക് എന്നറിയാ? ഇവർക്ക് അറിയാം അന്നപ്പുറം റെക്കോർഡൊന്നും പ്രശ്നമില്ലെന്ന് അറിയാം. ബാക്കിയുള്ള ഇപ്പം പോലെയല്ല. അന്നപ്പുറം റെക്കോർഡ് ചെയ്താൽ എനിക്ക് പ്രശ്നമില്ല. എന്തോ ഒരു വലിയൊരു ട്രോൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയണ കേട്ട്, ഞാൻ കണ്ടില്ല. അത് കാണണം. അല്ല പോട്ടെ, എന്നെ പറ്റി എന്റെ അഭിപ്രായം എന്നാ? കൊണാവില്ല. കറമ്പന്മാർക്കും കറമ്പത്തികൾക്കും കൊള്ളാം. എന്റെ പെർഫ്യൂം ചവിട്ടി ആദ്യം എനിക്ക് മുത്തി കിടക്കും. ഈ ആഫ്രിക്കക്കാരോട്ട് ഇത്രയും നല്ല ടച്ച് അവരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാ വെച്ചാല് അവർ ചതിക്കില്ല. അവർ ഞാൻ ഒരു കാര്യം പറയട്ടെ, ആഫ്രിക്കക്കാരെ കാര്യം പറയട്ടെ. അവർ വെച്ചാല് ഭയങ്കര സ്നേഹം തന്ന സ്നേഹം. ഞാൻ ഒരു 3-4 ആളെ സ്നേഹിച്ചു. ഇപ്പൊ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവർക്ക് എന്നെ തേക്കൂല. അവർ ഭയങ്കര സ്നേഹം തന്നെ. അല്ല, മലയാളികളെ സ്നേഹിക്കാണ്ട് താൻ ഈ ആഫ്രിക്കക്കാരെ സ്നേഹിക്കാനുള്ള കാരണം? എന്നെ 8ാം ക്ലാസ്സിന് ഞാൻ 3 സംഭവത്തെ തോറ്റിയോ. ഒന്ന് 8ാം ക്ലാസ്സിൽ, ഓക്കെ. രണ്ടാമത് വെച്ചാല് ഒരു ആഫ്രിക്കൻ ചേച്ചിന്റെ മുമ്പിൽ, പിന്നെ ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ച ടീച്ചറെ മുമ്പിൽ. ഈ 3 ഞാൻ തോറ്റുപോയത്. എന്നിട്ട് അപ്പൊ ഒരാൾ എന്നെ തേച്ച്, ടീച്ചർ തേച്ച് ഞാൻ ഒഴിവാക്കി. ടീച്ചറെ സ്നേഹിച്ചു, ടീച്ചറെ മോളെ സ്നേഹിച്ചാ? മോളെ ടീച്ചർ എന്നെ തേച്ച്, ഞാൻ ടീച്ചറെ മോളെ തേച്ച്. മനസ്സിലാ? എന്നിട്ട് എന്നെ മക്കൾ റമദാൻ മാസം പറഞ്ഞിട്ട് കഴിയില്ല. ഒരു കഥ. താൻ ടീച്ചറെ തേച്ച്, ടീച്ചറെ മകളെയും തേച്ച്, എന്നിട്ട് പോയി പണി നോക്കും. ഓക്കെ, പോയി പണി. പാതിരാത്രി ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയ തന്റെ ഭാര്യ റെക്കോർഡ് കാണുമ്പോൾ അവസ്ഥ
പാതിരാത്രി ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്ന തന്റെ ഭാര്യ ഓളെ വിളിച്ചിട്ട് ഓള് വരുന്നില്ല ഭാര്യക്ക്. ഞാൻ പറഞ്ഞു വേണം വേഗം പോയിട്ട് വരാന്ന്. ഓളെ പോയി പണി നോക്കുന്നു. എനിക്കിങ്ങനെ ഈ സ്വഭാവം ഒക്കെ അറിയാം. എന്തായാലും പുറക്കുന്ന ഓൾ പറഞ്ഞാൽ കേൾക്കൂലെന്നുള്ള കാര്യം അറിയാം. ഞാൻ വണ്ടി തേങ്ങ കൊടുക്കും. എനിക്ക് അധികം സ്വഭാവം 2 മണിക്ക് ഒരു 1-2 മണിക്ക് ഇറങ്ങും, വണ്ടി എടുക്കും, ഇങ്ങനെ കറങ്ങും. സീസൺ നോമ്പാണ്ട് 5 മണിക്കെല്ലാം എത്തും, അല്ലെങ്കിൽ രാവിലെ 8 മണി 8 മണിയല്ല വീട്ടിലെത്താൻ. ഇങ്ങനെ 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 പോയിക്കൊണ്ടിരിക്കും. ഇതൊക്കെ എനിക്ക് ഇഷ്ടവാ, എനിക്ക് ഇഷ്ടവാ, എന്നെ എല്ലാവർക്കും ഇഷ്ടവാ. നിനക്കെന്നെ ഇഷ്ടവാ? കൊണയില്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇഷ്ടപ്പെടും. ഗുണം മാത്രം ഉദ്ദേശിച്ചിട്ട് ഒരാൾ ഇഷ്ടപ്പെടാൻ പാടില്ല. പിന്നെ എണീക്കാം, പിന്നെ 3 മണിക്ക് വീട്ടിലോട്ട് വന്ന ട്രീറ്റ് തരുമോ? എനിക്ക് ട്രീറ്റ് മാത്രല്ല, ഇനി ഒരു 10 മാസം കഴിഞ്ഞിട്ട് പുറത്താക്കും പോരെ. അത് നിന്നോണേ, പ്രശ്നം ഇല്ല. ഇത് നിന്നോന്നല്ല പറഞ്ഞേ. ഞാനിപ്പൊ ഇവിടെ എത്ര പേരെ 10 മാസത്തെ അകത്താക്കി? അവിടെ അങ്ങനെ അങ്ങനെ കണക്കൊന്നുമില്ല. ഒരു 1000 പേരായിട്ടുണ്ടാവും ഒരു കഥ. ഇത്രയും കരീമ വിളിച്ചിനാ? കരീമ ഞാൻ സ്നേഹനെ വിളിക്കുന്ന എന്നെ വിളിച്ചിനാ? ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എപ്പോ? ഇവിടെ വന്ന് ഡ്രസ്സ് വാങ്ങി തിരിച്ച് ഞങ്ങള് ടീ പാർക്കിൽ പോയി ഫുഡ് കഴിച്ച് ആള് തിരിച്ചുപോയി. അതിനുശേഷം ഒമാനിൽ പോകാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പോയില്ല. സുമിയുണ്ട്, വാടക്കോ ഒലക്ക. സുമി കുട്ടികളും കൂടെ വന്നത്. അല്ല, ഒറ്റക്കൊന്നും വല്ല കാര്യമൊന്നുമില്ല. അല്ല, ഇന്ത്യത്തെ ആളൊന്നും വേണ്ടേ? എന്തെങ്കിലും ആരൊന്നും ഉണ്ടാ? ചൂരിദാർ വേണോ അല്ലെങ്കിൽ നല്ല ഒരുക്കുള്ള പാന്റ് കുപ്പായം വേണോ? ഒന്നുമില്ലല്ലോ. ചൂരിദാറുള്ളൂ. സുമിയിലാണോ എന്ത് കാര്യമില്ലല്ലോ.